നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹോട്ടൽ രുചിയിൽ എളുപ്പത്തിൽ നമുക്ക് മന്തി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. സാധാരണക്കാർക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് മന്തി എങ്ങനെ പെട്ടെന്ന് ചിലവ് കുറച്ച് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനെ നമ്മൾ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ നീളം കൂടിയ അരിയില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കിട്ടണേ. ഇത് 750 ഗ്രാം ഉണ്ട് കേട്ടോ. ഏകദേശം 3/4 കിലോ ഉണ്ട്. അപ്പോൾ 3/4 കിലോ ബസുമതി റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഇത് വെള്ളത്തിലൊരു അരമണിക്കൂർ നമുക്ക് കുതിർക്കാൻ ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണേ. ഒന്ന് കുതിർന്ന് വരാനുണ്ടോ നമ്മളെ അരി, എന്നാൽ ഒന്നുകൂടി നല്ലൊരു മഴ ഉണ്ടാവും നമ്മളെ ചോറിന്. അപ്പോൾ നമ്മൾ ചിക്കന് ഒരു 1.25 കിലോ ഉണ്ട് ഇട്ടത് ഇറച്ചിയായിട്ട്. പിന്നെ നമ്മൾ കോഴിയായിട്ട് വാങ്ങിയപ്പോൾ 1.25 കിലോ കോഴിയാണ് നമ്മൾ വാങ്ങിയത്. അത് തൂവലൊക്കെ പോയതിന് ശേഷം വെട്ടി എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം വേസ്റ്റൊക്കെ പോയതിന് ശേഷം ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ 1.25 കിലോ ഉണ്ടത്. അപ്പോൾ ഒരു വലിയ അത്യാവശ്യം ഒരു വലിപ്പമുള്ള പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഉണക്ക കുരുമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പട്ട നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4-5 ലീഫ്, ചെറുത് ലീഫ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രാമ്പു നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടീസ്പൂണോളം വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 മാഗി ക്യൂബ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലത്തെ ഒരു 3 എണ്ണം നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ. നമുക്ക് പൊടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടോ നമുക്ക് മന്തി. അപ്പോൾ ഇതിലേക്ക് ഇനി ഉള്ളി, തക്കാളി, അതേപോലെ വെളുത്തുള്ളി, ഇഞ്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാം. നമ്മളെ ഹോട്ടലിനൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ ചേർക്കണില്ല. ഇതിൽ ചേർക്കാതെയാണ് നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള രൂപത്തിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഒരു നുള്ള് കളർ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റെഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞയും ചുവപ്പും കളർ കിട്ടാനാണ് നമ്മൾ ആ കളറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കണില്ല കേട്ടോ. ഈ മാഗിയിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ നല്ല തിരിഞ്ഞ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ടേസ്റ്റിന് ഒരു കുറവും വരില്ല കേട്ടോ നമ്മളെ മന്തിയുടെ. അപ്പോൾ അതിന് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് യാതൊരു സംശയമില്ല, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇനി ഇതൊരു ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇത് റെസ്റ്റിന് വെക്കാം കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. അപ്പോൾ നമ്മൾ അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളമാണ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെ റെസ്റ്റിന് വെച്ച് ഏകദേശം അരമണിക്കൂറായിട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ പാരണം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ഏകദേശം ലെവലിക്ക് നിന്നാൽ മതി, അത് മതി. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഒരു 5-8 ഏലക്കായി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉണക്ക നാരങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റോളം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. കുറച്ച് പട്ട നമ്മൾ ചേർക്കണ്ടേ, ഒരു 5-8 ഗ്രാമ്പു നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നീളത്തിലരിഞ്ഞാണ്. ഇത് നീളത്തിലരിഞ്ഞിട്ടാൽ നല്ലൊരു ഭംഗിയാവും നമ്മൾ മന്തി കാണാൻ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം കുതിർത്ത് വെച്ച അരി നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം വാർത്ത് വെച്ചാൽ കേട്ടോ, അരമണിക്കൂർ റെസ്റ്റിന് വെച്ച അരിയാണ് കേട്ടത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി. ആ അരിയൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ചോറ് ഒരു നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചോറ്. അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശമൊക്കെ വെന്തു കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ മൊത്തം ഊറ്റിയെടുത്തിട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഉണ്ടോ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റോളായിട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ, 2-3 വട്ടമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതാണിത്. ഏകദേശം നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. ചിക്കന് മാത്രം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുരുമുളക്, പട്ട, ഏലക്കായ അതൊന്നും പെടാതെ നോക്കിയിട്ട് അത് കോരി മാറ്റണം കേട്ടോ. നമ്മൾ മൊത്തം കോരി മാറ്റിയിട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഊറ്റി വെച്ച ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ അടിപൊളി സ്മെല്ലായിട്ടോ വരുന്നത്. ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളിയാവും കേട്ടോ. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള മന്തി നമുക്ക് അതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഉണക്കമുന്തിരി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഗൾഫിലൊക്കെ നിന്ന സമയത്ത് ഇതേപോലെ മന്തി കിട്ടുമ്പോൾ അതിൽ ഉണക്കമുന്തിരി ഉണ്ടാവും. അത് കടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ടുള്ള മന്തി നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഉണക്കനാരങ്ങ വെച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിൽ നമുക്ക് നിരത്തി കൊടുക്കാം കേട്ടോ. ഇതേപോലെ നിരത്തി കൊടുക്കാം മൊത്തം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നന്നായിട്ട് ഒക്കെ പരത്തി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പുക വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം നമ്മൾ കുറച്ച് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കനലെടുത്തിട്ടുണ്ടോ, അതാ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ. ഈ പുക വെക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയൊരു പീസ് നമ്മൾ ഇതിലേക്ക് വെക്കാൻ പാടുള്ളൂ. ചിലർ ഓവറായിട്ട് ഇതിൽ കനൽ നല്ല നിറച്ചിട്ട് വെക്കുന്ന കാണാം. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു പുക മണം കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമുക്കിതിൻ്റെ ചെറിയൊരു പുകൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണം, എന്നാലുള്ളൂ ഒരു മന്തി യഥാർത്ഥത്തിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു കഷ്ണം വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് മതി കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിത് ഇതേപോലെ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫാക്കിയിട്ട് ഒരു 15 മിനിറ്റോളം അങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള മന്തി നമുക്ക് പിന്നെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഏകദേശം 15 മിനിറ്റായി. അയ്യോ, നമുക്ക് ഈ കനലെടുത്ത് മാറ്റാം. കേട്ടോ. അപ്പോൾ നമ്മളെ മന്തി, ചിക്കൻ മന്തി അടിപൊളിയായിട്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവരും, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. എളുപ്പത്തിൽ കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കി കണ്ടില്ലേ, എളുപ്പത്തിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാവും കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോട്ടൽ രുചിയിലുള്ള ചിക്കൻ മന്തി നല്ല അടിപൊളിയായിട്ടോ. കണ്ടോ, ഇറച്ചിയൊക്കെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിച്ച് നോക്കുക, എന്താ അടിപൊളി അറിയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ ഇതേപോലെ തന്നെ. ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ നമുക്കിനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.